നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മാലിന്യവാഹിനിയായി ചിറ്റാർപ്പുഴ. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവല ഭാഗത്ത് ഉൾപ്പെടെ ഒഴുക്കുമുറിഞ്ഞ് മാലിന്യം നിറഞ്ഞു. ചിറ്റാർപ്പുഴ പുനർജനി പദ്ധതിയും ഫലം കണ്ടില്ല. കോട്ടയത്തെ ആകാശപാത വീണ്ടും ശ്രദ്ധ നേടുന്നു. ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. ആകാശപാത പണിയാൻ കഴിയുമോ എന്ന കാര്യത്തിൽ മാർച്ച് 3-നകം മറുപടി പറയാൻ ഹൈക്കോടതി ഉത്തരവ്. കോട്ടയത്ത് കലയുടെ മാമാങ്കം. MG സർവകലാശാല കലോത്സവത്തിൽ എറണാകുളം ജില്ലയുടെ മുന്നേറ്റം. തേവര SH കുതിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി കോളേജുകൾ. വാർത്തകൾ വിശദമായി. മാലിന്യവാഹിനിയായി ചിറ്റാർപ്പുഴ. വേനൽ കടുത്തതോടെ ഒഴുക്കുമുറിഞ്ഞുപോയ പുഴയിൽ മാലിന്യ കൂമ്പാരമാണ്. മാലിന്യം വെള്ളത്തിൽ കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുകയാണിപ്പോൾ. ചിറ്റാർപ്പുഴയിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. കാഞ്ഞിരപ്പള്ളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വെള്ളത്തിന്റെ സ്രോതസ്സാണ് ചിറ്റാർപ്പുഴ. ചിറ്റാറിനെ ആശ്രയിച്ച് നിരവധി കുടിവെള്ള പദ്ധതികളാണ് പ്രവർത്തിക്കുന്നത്. വേനൽ കടുത്തതോടെ പുഴയിലെ വെള്ളം പലയിടങ്ങളിലും വറ്റി ഒഴുക്കുമുറിഞ്ഞു. ഇതോടെ പുഴ മാലിന്യ കൂമ്പാരമായി. ചാക്കുകളിലും പ്ലാസ്റ്റിക് കൂടുകളിലും കെട്ടി രാത്രികാലങ്ങളിൽ ഉപേക്ഷിക്കുന്ന മാലിന്യമാണ് പുഴയിലും ഓരങ്ങളിലുമായി കെട്ടിക്കിടക്കുന്നത്. ഈ മാലിന്യം വെള്ളത്തിൽ കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുകയാണിപ്പോൾ. കാഞ്ഞിരപ്പള്ളിയിലെയും പരിസരങ്ങളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും നിന്നുമുള്ള മാലിന്യമാണ് പുഴയിൽ കെട്ടിക്കിടക്കുന്നവയിൽ ഏറെയും. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിന് പദ്ധതികളില്ലാത്തത് മാലിന്യം തള്ളുന്നതിന് കാരണമാകുന്നുണ്ട്. എല്ലാ വേനൽക്കാലത്തും ചിറ്റാർപ്പുഴയിൽ മാലിന്യം തള്ളുന്നത് തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുമെങ്കിലും നടപടി ഉണ്ടാകാറില്ല. ചിറ്റാർപ്പുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വൃത്തിയാക്കുന്നതിന് ആവിഷ്കരിച്ച ചിറ്റാർ പുനർജനി പദ്ധതിയും യാതൊരു പ്രയോജനവും ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയത്തെ ആകാശപാതയുടെ പണികൾ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥ സംഘം കോട്ടയത്തെത്തി പരിശോധന നടത്തി. ഇത് സംബന്ധിച്ച് മാർച്ച് 3-നകം സർക്കാർ മറുപടി നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പരിശോധന നടന്നത്. 8 വർഷം മുമ്പ് പണി ആരംഭിച്ച് പാതി വഴിയിൽ നിർമ്മാണം നിലച്ചുപോയ കോട്ടയത്തെ ആകാശപാത വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നു. 2015-ൽ 2,10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിച്ച ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. ശീമാട്ടി റൗണ്ടാനയുടെ ഭാഗത്തെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പ്രത്യേക താൽപര്യമെടുത്താണ് ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണം തുടങ്ങിയെങ്കിലും പദ്ധതി പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഫണ്ട് അനുവദിക്കാതെ വന്നതോടെ പണി തടസ്സപ്പെട്ടു പോയി. ഇതിനിടെ ആകാശപാതയുടെ പല ഭാഗങ്ങളിലും ബലക്ഷയമെന്ന് പാലക്കാട് IIT വിദഗ്ധർ കണ്ടെത്തിയിരുന്നു. ഇതിനിടെയാണ് ആകാശപാത പണിയാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് മാർച്ച് 3-നകം മറുപടി നൽകാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചത്. ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകൻ ശ്രീകുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശം. ഇതേ തുടർന്നാണ് ഉദ്യോഗസ്ഥ സംഘം കോട്ടയത്ത് ആകാശപാത പരിശോധിച്ചത്. ആകാശപാത പൂർത്തിയാക്കിയാൽ എസ്കലേറ്റർ, ലിഫ്റ്റ്, നടപ്പാത ഇവയിലേതാണ് മുകളിലേക്ക് കയറാൻ ഉചിതമെന്നായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊള്ളുന്ന ചൂടിനൊപ്പം അക്ഷരനഗരിയിൽ കലയുടെ ആവേശച്ചൂടും ഏറുന്നു. കലോത്സവത്തിന്റെ 3-ാം ദിനത്തിലും ചടുലമായ താളങ്ങളാൽ സമ്പന്നമായിരുന്നു വേദികൾ. എറണാകുളം ജില്ലയിലെ കോളേജുകൾ തന്നെയാണ് 3-ാം ദിനവും മുന്നിൽ. കലയുടെ ആവേശച്ചൂടിൽ അക്ഷരനഗരി. സർഗാത്മകതയുടെ കോട്ട കെട്ടുകയാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം. MG സർവകലാശാല കലോത്സവം 3 ദിവസം പിന്നിടുമ്പോൾ ആവേശ പോരാട്ടം മുറുകുകയാണ്. രാവിലെ നടന്ന വഞ്ചിപ്പാട്ട് മത്സരത്തിൽ കോളേജുകൾ ആവേശത്തോടെ പങ്കുചേർന്നു. നാടോടി നൃത്ത മത്സരവും മികച്ച നിലവാരം പുലർത്തി.
രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ കലോത്സവത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് കോട്ടയം ജനത. കലോത്സവത്തിന്റെ 3-ാം ദിനവും തേവര SH കുതിപ്പ് തുടരുന്നു. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട 1-ാം സ്ഥാനം തിരിച്ചുപിടിക്കാനുള്ള പ്രയത്നത്തിലാണ് തേവര SH. 26 പോയിന്റുകൾ തേവര നേടിയിട്ടുണ്ട്. കാലടി ശ്രീശങ്കര കോളേജ് 21 പോയിന്റുമായി പുറകിലുണ്ട്. എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് 18 പോയിന്റോടെ 4-ാം സ്ഥാനത്താണ്. എറണാകുളം ജില്ലയിലെ കോളേജുകളാണ് മുന്നിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ മാർച്ച് 3-ന് നടക്കും. കോട്ടയം ജില്ലയിൽ 5 വയസ്സ് വരെയുള്ള 96,700 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. മാർച്ച് 3-ാം തീയതി ഞായറാഴ്ച നടക്കുന്ന പൾസ് പോളിയോ യജ്ഞത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. പൾസ് പോളിയോ ദിനത്തിൽ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ഡോസ് തുള്ളിമരുന്ന് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കളും ശ്രദ്ധിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. കോട്ടയം ജില്ലയിൽ 5 വയസ്സിന് താഴെയുള്ള 96,698 കുട്ടികൾക്കാണ് മാർച്ച് 3-ന് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 1,292 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തുള്ളിമരുന്ന് നൽകാൻ പരിശീലനം സിദ്ധിച്ച 2,584 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, സ്വകാര്യ ആശുപത്രികൾ, സന്നദ്ധ ആശുപത്രികൾ, സന്നദ്ധ സംഘടനകളുടെ കെട്ടിടങ്ങൾ എന്നിവയിലാണ് സാധാരണ ബൂത്തുകൾ പ്രവർത്തിക്കുക. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുക. 41 ട്രാൻസിറ്റ് ബൂത്തുകൾ, 12 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ബോട്ട് ജെട്ടി എന്നിവിടങ്ങളിൽ ട്രാൻസിറ്റ് ബൂത്തുകൾ പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുണ്ടക്കയം പുഞ്ചവയലിൽ ദമ്പതികൾക്ക് അയൽവാസിയുടെ വെട്ടേറ്റു. പുഞ്ചവയൽ 504 കണ്ടങ്കേരി തോമസ്, ഭാര്യ ഓമന എന്നിവർക്കാണ് വെട്ടേറ്റത്. ബുധനാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. തോമസും ഓമനയും കുളിക്കാനായി പോകും വഴിയാണ് സംഭവമുണ്ടായത്. തോമസിന്റെ തലയിലും ഓമനയുടെ മുഖത്തുമാണ് വെട്ടേറ്റത്. അയൽവക്ക തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. പാലായിൽ മാനത്തൂർ സ്കൂളിന് സമീപം വാഹനങ്ങളുടെ കൂട്ടയിടി. അപകടത്തിൽ കഞ്ഞിക്കുഴി സ്വദേശി അനിലിന് പരിക്കേറ്റു. പാലാ തൊടുപുഴ റൂട്ടിൽ മാനത്തൂർ സ്കൂളിന് സമീപം 4 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. രാവിലെ 8 മണിക്ക് ശേഷമായിരുന്നു സംഭവം. അപകടത്തിൽ കഞ്ഞിക്കുഴി സ്വദേശി അനിലിന് നിസാര പരിക്കേറ്റു. അനിൽ ഓടിച്ചിരുന്ന സ്വിഫ്റ്റ് കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആൾട്ടോ കാറിൽ ഇടിക്കുകയും ആൾട്ടോ കാർ മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയുമായിരുന്നു. അപകടത്തിൽ വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് സൂചന. മാനത്തൂർ സ്കൂൾ ജംഗ്ഷനും സ്ഥിരം അപകടസ്ഥലമായി മാറുകയാണ്. മുമ്പ് കാൽനട യാത്രക്കാരനും വാഹനം ഇടിച്ചു മരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. സംസ്ഥാന സർക്കാരിനെയും സഹകരണ മേഖലയും തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് KCEU. കേന്ദ്ര സർക്കാരിനെതിരെ KCEUവിന്റെ നേതൃത്വത്തിൽ കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന സർക്കാരിനെയും സഹകരണ മേഖലയും തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ KCEUവിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU അഖിലേന്ത്യാ ജനറൽ കൗൺസിൽ അംഗം AV റസൽ ഉദ്ഘാടനം ചെയ്തു. 1-2 ബാങ്കുകളിൽ ഉണ്ടായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ, ചെറുതാണ് എന്ന് പറയുന്നില്ല, പ്രശ്നങ്ങൾ അത് വലിയ രൂപത്തിലുള്ള പ്രചരണമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് സഹകരണ മേഖലയെ തകർക്കാനുള്ള ഒരു അവസരമായി ഇതിനെ വിനിയോഗിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ സംഘം ED സഹകരണ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരും. അവിടെ നിക്ഷേപിച്ചിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നതിന് പ്രേരണ നൽകിയ ആളുകളെയോ വരെ ചോദ്യം ചെയ്യുകയാണ്. ജില്ലാ പ്രസിഡന്റ് PK സുജിത് കുമാർ അധ്യക്ഷനായി. CITU ഏരിയ പ്രസിഡന്റ് CN സത്യനേശൻ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീരേഖ S നായർ, ജില്ലാ സെക്രട്ടറി K പ്രശാന്ത്, ട്രഷറർ TN ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സഹകരണ മേഖലയെ തകർക്കുന്ന ആദായ നികുതി വകുപ്പിന്റെ നയങ്ങൾ തിരുത്തുക, കേരള നിയമസഭ അംഗീകരിച്ച സഹകരണ നിയമ ഭേദഗതി ഒപ്പുവയ്ക്കാത്ത കേരള ഗവർണറുടെ നിലപാടിൽ പ്രതിഷേധിക്കുക, സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന RBI നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി TM തോമസ് ഐസക്കിന് വരവേൽപ്പ്. LDF പ്രവർത്തകർ സ്ഥാനാർത്ഥിയുടെ കട്ടൌട്ടും ചിത്രങ്ങൾ പതിപ്പിച്ച ബോർഡുകളും കയ്യിലേന്തിയായിരുന്നു പ്രകടനം നടത്തിയത്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം പ്രവർത്തകർ പ്രകടനം നടത്തി. പാലാ അന്തേനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് മാർച്ച് 2-ന് കൊടിയേറും. ക്ഷേത്ര പുനരുദ്ധാരണം കഴിഞ്ഞുള്ള ആദ്യ തിരുവുത്സവമാണ്. അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്ര പുനരുദ്ധാരണവും നവീകരണ കലശവും കഴിഞ്ഞതോടെ വിപുലമായ ചടങ്ങുകളോടെ ശിവരാത്രി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. മാർച്ച് 2-ന് വൈകിട്ട് 7:30 ക്ഷേത്രം തന്ത്രി പയ്യമ്പള്ളി ഇല്ലത്ത് മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റും. മാർച്ച് 8-ന് രാവിലെ 9 മണിക്ക് പ്രവിത്താനം പുളിയമ്മാക്കൽ ഭവനത്തിൽ നിന്നും ഇല്ലിക്കൽ ഭവനത്തിൽ നിന്നും പൂക്കാവടി, കൊട്ടക്കാവടി, പമ്പമേളം, കരകാട്ടം, ദേവകലാരൂപം, തെയ്യം, ശിങ്കാരിമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടെ കാവടി ഘോഷയാത്ര നടക്കും.
കാവടി അഭിഷേകത്തെ തുടർന്ന് കാഴ്ചശ്രീബലി എഴുന്നള്ളത്ത്, സ്പെഷ്യൽ പഞ്ചവാദ്യം എന്നീ ചടങ്ങുകളും നടക്കും. 9-ാം തീയതി വൈകുന്നേരം 6:30-ക്ക് ക്ഷേത്രക്കടവിൽ ആറാട്ടും തുടർന്ന് ആറാട്ടെതിരേൽപ്പും നടക്കും. താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്ര മൈതാനത്ത് ആറാട്ട് ഘോഷയാത്ര എത്തിച്ചേരും. തുടർന്ന് ഉത്സവത്തിന് കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്: സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ബിരുദധാരികൾക്ക് 3000 അപ്രന്റീസ് ഒഴിവ്. കേരളത്തിൽ 87 ഒഴിവുണ്ട്. മാർച്ച് 6 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ www.nats.education.gov.in വഴി രജിസ്റ്റർ ചെയ്യണം. യോഗ്യത: ബിരുദം. 2020 മാർച്ച് 31 ശേഷം നേടിയതാകണം. സ്കൂൾ, കോളേജ് തലത്തിൽ പ്രാദേശിക ഭാഷ പഠിച്ചിരിക്കണം. ഇന്ത്യൻ നേവിയുടെ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിൽ 254 ഷോർട്ട് സർവീസ് കമ്മീഷൻ ഒഴിവ്. അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം. അപേക്ഷ മാർച്ച് 10 വരെ അപേക്ഷിക്കാം. അപേക്ഷ നൽകേണ്ട വെബ്സൈറ്റ് www.joinindiannavy.gov.in. വാഴൂർ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്ന അടുക്കള മാലിന്യ സംസ്കരണ ഉപകരണമായ ജീബിൻ ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ജീബിൻ ആവശ്യമുള്ളവർ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് മാർച്ച് 1 വൈകിട്ട് 4 മുമ്പായി വിഇഒ ഓഫീസിൽ ഗുണഭോക്തൃ വിഹിതവും അനുബന്ധ രേഖകളും നൽകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യവാഹിനിയായി ചിറ്റാർപ്പുഴ. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവല ഭാഗത്ത് ഉൾപ്പെടെ ഒഴുക്കുമുറിഞ്ഞ് മാലിന്യം നിറഞ്ഞു. ചിറ്റാർപ്പുഴ പുനർജനി പദ്ധതിയും ഫലം കണ്ടില്ല. കോട്ടയത്തെ ആകാശപാത വീണ്ടും ശ്രദ്ധ നേടുന്നു. ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. ആകാശപാത പണിയാൻ കഴിയുമോ എന്ന കാര്യത്തിൽ മാർച്ച് 3-നകം മറുപടി പറയാൻ ഹൈക്കോടതി ഉത്തരവ്. കോട്ടയത്ത് കലയുടെ മാമാങ്കം. MG സർവകലാശാല കലോത്സവത്തിൽ എറണാകുളം ജില്ലയുടെ മുന്നേറ്റം. തേവര SH കുതിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി കോളേജുകൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.